ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന നല്ലൊരു ഭാഗമായിട്ട് പറയാൻ പോണത്. പക്ഷെ അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഇത് നല്ല രസമായിട്ട് അങ്ങനെ ആകാശവും മീനുവും കൂടി കൂടിയിട്ട് ദേവമംഗലത്തെ കാറ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോഴേക്കും ദേവി ഇവര് ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണല്ലോ എന്നിങ്ങനെ വിചാരിച്ച് നോക്കുമ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു ഡ്രൈവറോട്, അതെ ചേട്ടാ അപ്പുറത്തേക്ക് മാറ്റിയിട്ടോളൂ കേട്ടോ എന്ന് പറയാണ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് കീ കൊടുത്തിട്ട് അവിടുന്ന് പോകുവാണ്. ദേവി ചോദിക്കണ്ട്, അല്ല ഇതെന്താ കാറിലൊക്കെ, ഇത് ആരുടെ കാറാന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ കാറാ ദേവി എടുത്തി. നിങ്ങളുടെ കാറോ? അതിന് അത്രമാത്രം പൈസ ഉണ്ടോ മീനുവിന്റെ ജോലിക്ക് എന്ന് ചോദിക്കണം. അതെ, ഇത് ജോലിയുടെ പൈസ ഒന്നും മേടിച്ചല്ല എടുത്തി, ഇതേ അങ്കിള് ഞങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നതാന്ന് പറയാണ്. ആര്? മീനുവിന്റെ അച്ഛനോ? ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയാണ്. അയ്യോ സത്യമായിട്ട് ഞങ്ങൾ എന്തിനാ ദേവി എടുത്തിട്ട് നോണ പറയണത്, ഇത് അച്ഛനെ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണെന്ന് എന്ന് പറയണം. അത് ആകാശിനെ വേണ്ടിയിട്ട്. ആകാശിന് വേണ്ടി ഗിഫ്റ്റോ? മീനു എന്നെ പറ്റിക്കാൻ നോക്കല്ലേ, ഇത് നിങ്ങളുടെ ടാക്സി വിളിച്ചത് എന്തോ വണ്ടിയാണ്. ടാക്സി വിളിച്ച വണ്ടി എങ്ങനെയാ ദേവി എടുത്തി ആ മുറ്റത്ത് കൊണ്ടിടുക, ഇനി മുതൽ ഈ വീടിന്റെ മുറ്റത്ത് ഈ വണ്ടി എപ്പോഴും ഉണ്ടാകും എന്ന് പറയാണ്. ഞാനിത് വിശ്വസിക്കില്ല മീനു, ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മീനു അച്ഛൻ ഫോണിലേക്ക് വിളിക്കുന്നു കേട്ടോ. അച്ഛൻ വിളിക്കുന്നുണ്ട്. ദേവിയുടെ സംശയങ്ങളൊക്കെ ഇപ്പൊ തീർക്കാം എങ്കിലും മീനു അത് ലൗഡ് സ്പീക്കർ ഇടാൻ പറയാണ്. അങ്ങനെ മീനാക്ഷി ഫോൺ ലൗഡ് സ്പീക്കർ ഇടാണ്. അപ്പൊ അച്ഛൻ ചോദിക്കണ്ട്, മീനു ആകാശ് നിങ്ങൾ വീട്ടിലെത്തിയോ? ഞങ്ങൾ എത്തിയുള്ളൂ. വീട്ടിലെല്ലാവർക്കും കാറ് കാണിച്ചോ? അവർക്കൊക്കെ ഇഷ്ടമായോ? ഇല്ല അച്ഛാ, ഞങ്ങൾ കേറുന്നേ ഉള്ളൂ, ദേവിയെടുത്തി മാത്രമേ ഫ്രണ്ടിലുള്ളൂ. ഞാനിപ്പോ അത്യാവശ്യമായിട്ട് വിളിച്ചതേ ആകാശിന്റെ നാളെ ആധാർ കാർഡും സംഭവങ്ങളൊക്കെ തരണം കേട്ടോ. കാർ ആകാശിന്റെ പേരിലാക്കണ്ടേ, അതിന്റെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും നാളെ തന്നെ ശരിയാക്കണം. നാളെ തന്നെ ആകാശിന്റെ പേരിൽ കാർ രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിട്ടാ. ശരി അച്ഛാ, ഞങ്ങൾ അയക്കാം. ഓക്കെ മോളെ, നിങ്ങളുടെ വീട്ടിൽ കയറി കേട്ട് വിളിച്ചാൽ മതി. എന്നിട്ട് ഫോം വെക്കുവാണ്. അങ്ങനെ ദേവി ഫോം ചെയ്യുമ്പോഴേക്കും ദേവിയടുത്ത് പറയണ്ടേ, മീനാക്ഷി ഇപ്പൊ ദേവിയടുത്തേക്ക് വിശ്വാസമായോ? ഇപ്പൊ വിശ്വാസം, എന്നാലും കുറച്ചൊരു ഇതൊരു വിശ്വാസം ആവണ്ട, ഒരു വിശ്വാസം ഇത് കാണിക്കേണ്ട ഒരു കുഴപ്പമില്ല ദേവിയടുത്ത്, ഇത് നമ്മുടെ കാർ തന്നെയാണെന്നേ. ദേവിയടുത്തേക്ക് കാർ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോ, കാറ് മൊത്തത്തിൽ നോക്കുമ്പോ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. എന്തൊക്കെയോ കുഴപ്പോ? എന്ത് കുഴപ്പം? അല്ല, ഈ കാർ എന്തിനാ കറുത്ത കളർ വാങ്ങിച്ചത്? കറുത്ത കളർ വാടി മേടിക്കണ്ട, അതൊരു അവലക്ഷണം പിടിച്ച കളറാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ ദേവിയെടുത്തി? അങ്ങനെയൊക്കെ ഉണ്ടെന്നേ. പിന്നെ ഇതിന്റെ ടയർ കണ്ടില്ലേ, ടയറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ ദേവിയെടുത്തി, ടയർ ചതുരത്തിലാക്കണമായിരുന്നോ എന്ന് ചോദിക്കാണ് ആകാശ്. ഈ ആകാശിന്റെ ഒരു തമാശ. എന്നാലും ഇത് സ്ത്രീധനം അല്ലേ എന്ന് ചോദിക്കുകയാണ്. സ്ത്രീധനോ? ദേവിയെടുത്തി എന്തൊക്കെയാ പറയണതെന്ന് മീനാക്ഷിക്കുമ്പോ, അല്ല മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് എന്ത് ആകാശിന് കൊടുത്താലും അത് സ്ത്രീധനത്തിന്റെ വകയായിട്ടാണല്ലോ വരുന്നത്. ഇതിപ്പോ എന്റെ വീട്ടിലാണെങ്കിലല്ലേ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് അച്ഛൻ സ്വർണവോ കാറോ എന്ത് കൊടുത്താലും ഞാൻ ആനന്ദേട്ടന് പറയും, ആനന്ദേട്ട അത് കൈവച്ച് തൊടരുത്, അത് സ്ത്രീധനമാണ്, കൈവച്ച് തൊടരുത്. എന്റെ വീട്ടുകാർ അങ്ങനെ തന്നെയാണ്. അത് കൈവച്ച് എങ്ങനെ ആകാശ് തൊട്ടു? എനിക്ക് ഓർത്തിട്ട് നാണം വരുന്നു. ഇതിനാണ് അന്തസ് കുറവെന്ന് പറയണത്. ആകാശിനെ കൊണ്ട് ദേഷ്യം വരും കേട്ടോ. ദേവിയെടുത്തി നോക്ക്, അത് എന്റെ വീട്, ഇത് മീനുവിന്റെ വീട്, അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടും എന്റെ വീട് തന്നെയാണ്. അച്ഛൻ സന്തോഷത്തോടെ ഒരു ഗിഫ്റ്റ് തന്നു, അത് വാങ്ങിച്ചു. ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിലും എന്തെങ്കിലും സന്തോഷത്തോടെ തരുമ്പോ ഞങ്ങളത് വാങ്ങിക്കില്ലേ? അതുപോലെ തന്നെ മീനിന്റെ അച്ഛൻ തരുമ്പോഴും ഞാൻ കരുതിയിട്ടുള്ളൂ എന്നൊക്കെ ആകാശ് പറയുമ്പോ, എങ്കിലും ഇത് സ്ത്രീധനമായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ ദേവിയെടുത്തി. സ്ത്രീധനമായാലും പുരുഷധനമായാലും ഇത് അങ്ങള് സന്തോഷത്തോടെ തന്ന ഗിഫ്റ്റാ. അത് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാണ്. ശേഷം ആകാശ് പറഞ്ഞു, മീനു ഭാഗത്ത് വന്നവരെ വിളിച്ചോണ്ട് പോകാണ് അകത്തേക്ക്. അങ്ങനെ മീനു ആകാശം കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ മീനു പറയണ്ട്, ആകാശ് ഇത് വലിയൊരു പ്രശ്നമാക്കും ദേവിയെടുത്തി. അവർക്ക് ബിപിയോ? അതെ, നമ്മുടെ കാറ് കണ്ടപ്പോഴേ അവർക്ക് ബ്ലഡ് പ്രഷർ കൂടിയതാ എന്ന് പറയാണ്. എന്നാലും ഇനി അച്ഛനും അമ്മയ്ക്ക് എന്താണോ പറയാൻ പോണത്, നീ വിഷമിക്കല്ലേ, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ദേവി ഒരു മൂലക്ക് മാറി നിന്നിട്ട് ഗോമതിനെ വിളിക്കാട്ടോ. ഹലോ അമ്മ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങി മോളെ, ദേവി വീടെത്താനായി. അമ്മ പെട്ടെന്ന് വാ, ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. സംഭവം? നമ്മുടെ ആകാശ സ്ത്രീധനം വാങ്ങിച്ചു അമ്മയെ, സ്ത്രീധനം വാങ്ങിച്ചു മോൾ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മ പറയാനൊന്നും സമയമില്ല, അമ്മ പെട്ടെന്ന് വാ. പെട്ടെന്ന് വരുമ്പോഴേ വീടിന്റെ മുറ്റത്ത് തന്നെയുണ്ട് ആ സാധനം, നേരിട്ട് കാണാൻ പറ്റും. മോളെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അമ്മ ഒന്ന് വരാൻ നോക്കിയാന്ന് പറഞ്ഞിട്ട് ദേവി ഫോം വെക്കാണ്. പിന്നീട് ദേവി വിളിക്കണ ദേവിയുടെ അമ്മേനെ ആട്ടോ. അമ്മ എന്തെയ്യാ? ഞാനിവിടെ കറിക്കരിയാ. അമ്മ എനിക്കൊരു കാറ് വേണം. കാറോ? പ്ലാസ്റ്റിക് കാറാണോ നീ ഉദ്ദേശിച്ചത്? അമ്മേ, മറ്റേ കാർ, ഒറിജിനൽ കാർ. ഏത്? റോഡിലൂടെ ഓടുന്ന കാറോ? അതെ അമ്മേ, എനിക്കൊരു കാർ വേണം. അത് നിനക്ക് എന്താ പെട്ടെന്നൊരു പൂതി? സാധാരണ നീ ഇങ്ങനത്തെ ചോദിക്കാറില്ലല്ലോ. അമ്മ ഇവിടെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് മീനാക്ഷിയുടെ അച്ഛൻ ആകാശിനും മീനാക്ഷിക്കും നല്ലൊരു പുത്തൻ കാർ കിട്ടും, നല്ല അടിപൊളി കാറ്. അമ്മേ, എനിക്ക് അതിനേക്കാളും നല്ലൊരു കാർ തന്നെ വേണം. ഒരു കാര്യം ചെയ്യ്, മോൾ അവിടെ നിന്ന് ഇറങ്ങിക്കോ, ഞാനേ ഒരു സഞ്ചിയിലെ പൈസ ആക്കിയിട്ട് ഒരാളുടെ കയ്യിൽ അങ്ങോട്ടേക്ക് കൊടുത്തു വിടാം എന്ന് പറയണം. അമ്മ കളിക്കല്ലേ, എനിക്ക് കാർ വേണം. എന്റെ മോളെ ആ കാർ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റാൻ നോക്കല്ല, ഇവിടെ നിന്ന് നിനക്ക് കാറല്ല, വിഷം മേടിക്കാൻ പോലും പൈസ ഇല്ല. ഇനി ആ കാർ അവിടെ കിടക്കണതാണ് നിന്റെ ബുദ്ധിമുട്ടെങ്കിൽ ആ കാർ കൊണ്ടുവന്നിട്ട ആൾക്കാർ തന്നെ എടുത്തോണ്ട് പോട്ടെ. ആ രീതിയിൽ നീ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കണം. ആ കാറിന്റെ ദോഷങ്ങൾ നീ പറഞ്ഞുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി എടുത്തോരെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഫോം വെക്കുവാട്ടോ.
അങ്ങനെ ആകാശം മീനും കൂടി റൂമിലിരിക്കുന്ന സമയത്ത് ദേവി വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ മീനോട് പറയണ്ടത്, മീനു ഈ ചോക്ലേറ്റ് എടുക്ക്. ആകാശം ചോക്ലേറ്റ് എടുക്ക്. ഇതെന്താ ദേവി എടുത്ത്, എവിടെ നിന്ന് ഈ ചോക്ലേറ്റ് ചോദിക്കുമ്പോ, അതോ എന്റെ ബന്ധുക്കളൊക്കെ ഓസ്ട്രേലിയ, കാനഡ, ജപ്പാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. എന്റെ 2-3 കസിൻസ് വന്നായിരുന്നു. ഒരു ലോറി കണക്കിന് ചോക്ലേറ്റ് ആണ് മീനു കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ ഒന്നും പോലും മേടിച്ചില്ല കേട്ടോ. പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോഴേ ഈ ചോക്ലേറ്റ് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. ഞാൻ വീട്ടിൽ നിന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടിരില്ല, അത് അന്തസ് കുറവാണല്ലോ. ദേ ഈ ചോക്ലേറ്റ് കഴിച്ചു നോക്കിയ മീനു എങ്ങനെയുണ്ട്. മീനു കഴിഞ്ഞ ദിവസം കൊണ്ട ചോക്ലേറ്റിനെക്കാളും നല്ലതല്ലേ ഈ ചോക്ലേറ്റ്. നല്ലതാ ദേവിയെടുത്തി എന്ന് പറയണം. ആകാശെ കഴിക്ക്, കൊള്ളാം ദേവിയെടുത്തി. എന്നാലും ആകാശ് ചെയ്ത് കുറച്ചു കൂടി പോയട്ടോ. എന്നാലും ആ കാറ് കൈ കൊണ്ട് പോലും ആകാശ് തൊടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങും കേട്ടോ. ദേവിയെടുത്ത് ഇത് കണ്ണിക്കടിയാണ്, ഇത് എനിക്ക് മീനുവിന്റെ അച്ഛന് സന്തോഷത്തോടെ തന്ന ഗിഫ്റ്റ് ആണ്. ദേവിയെടുത്ത് പണി നോക്കിപ്പോ എന്നൊക്കെ പറയാണ്. ദേവിയെടുത്ത് പറയണ്ടേ, അപ്പൊ ദേവി വേണ്ട, എന്താ ആകാശം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, ഇതൊന്നൊട്ടൊരു ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. അതിനുശേഷം ആകാശും മീനും കൂട്ടി നേരെ മിത്രയുടെ ആര്യന്റെ റൂമിലേക്ക് പോവാണ്. അപ്പൊ ആര്യനോട് ചോദിക്കണ്ടേടാ, നിന്റെ കൈക്ക് ഇതെന്ത് പറ്റിയടാ, അത് സ്ലിപ്പായതാ, നോക്കി ഓടിക്കണ്ടേടാ. അപ്പോഴേക്കും മീനു പറയണ്ടല്ല, 2 ദിവസം നിങ്ങൾക്ക് എന്തോ ഒരു വിഷമുണ്ടല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ ആകാശ് പറയണ്ട, അതെ മീനു, 2 ദിവസമായിട്ട് ഞാൻ 2 പേരുടെ മുഖവും ശ്രദ്ധിക്കുന്നത്, 2 പേർക്ക് എന്തോ വലിയ വിഷമുണ്ട്. സത്യം പറ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, 2 പേരും വഴക്കിട്ടതാണോ, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾക്ക് അത് സോൾവ് ആക്കാം. എന്താ പ്രശ്നം? ഒന്നുമില്ലെന്നേ. മിത്രപ്പ പറയണ്ട ആ മീനു, അതെ മിത്രക്ക് ചിലപ്പോ വിഷമേ, ആകാശിന്റെ ആര്യന്റെ കൈ മുറിഞ്ഞല്ലോ, അതൊന്നും ഓർത്തിട്ടായിരിക്കും. അതാണോ മിത്രേ, സാരില്ല മിത്ര, ഇത്രല്ലേ പറ്റിയുള്ളൂ അങ്ങനെ വിചാരിക്കേ. അല്ല ഞങ്ങളടുത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആര്യനും മിത്രക്കും എന്ന് ആകാശ് ചോദിക്കുമ്പോ ഒന്നുമില്ലെന്നേ. എങ്കിലേ 2 പേരും വാ, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അതെ, ദേവമംഗലത്ത് ഒരു കാർ എത്തിയിട്ടുണ്ട്. കാറോ? അതെ, അച്ഛൻ ഗിഫ്റ്റ് തന്നതാ എന്ന് മീനു പറയാണ്. ആ സമയത്ത് ആകാശ് ബാലിനെ കുറിച്ച് കുറെ കുറ്റം അങ്ങോട്ട് ആര്യനോടും മിത്രയോടും പറയാട്ടോ. മീനുവിന്റെ അച്ഛനത് കണ്ടു പഠിക്കണോടാ നമ്മുടെ അച്ഛനൊക്കെ. മീനുവിന്റെ അച്ഛൻ നമ്മളുടെ ആഗ്രഹമൊക്കെ നടത്തി തരും, അതാണ് അദ്ദേഹത്തിന്റെ സന്തോഷം. പക്ഷെ നമ്മുടെ അച്ഛന്റെ സന്തോഷം അതെന്താണ്, അതാണ് നമ്മുടെ തല കെട്ടിവെക്കണത്. അച്ഛൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്കിപ്പൊ തോന്നുക എന്നൊക്കെ പറയുമ്പോ മീനുടെ മുഖമൊക്കെ മാറുന്നു കേട്ടോ. ആര്യം പറയണ്ട ഏട്ടാ, അങ്ങനൊന്നും പറയലേട്ടാ, അച്ഛൻ ഇതിനും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെയാണ്. അതെന്താടാ നീ ഇപ്പൊ അച്ഛന്റെ പക്ഷത്തായോ എന്ന് ആര്യനോട് ആകാശ് ചോദിക്കുമ്പോ ആര്യം പറയണ്ട, ഏട്ടാ ഞാൻ എപ്പോഴും അച്ഛന്റെ പക്ഷത്ത് തന്നെയാണ്. അച്ഛനായിട്ട് ചെറുപ്പം മുതൽ ഞാൻ ചെറിയ ചേർച്ചയുണ്ട്, അത് ഇപ്പോഴും ഉണ്ടല്ലോ. പക്ഷെ അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയില്ല ഏട്ടാ. ഓരോ വീട്ടിലും ഓരോരോ രീതിയല്ലേ. ഇപ്പൊ മീനാക്ഷരത്തിൽ അച്ഛന്റെ പോലത്തെ രീതി ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 2 വീട് തമ്മിൽ എന്തായിട്ടാ വ്യത്യാസം? ഓരോ അച്ഛന്മാർക്കും ഒരേ രീതിയാ, അവര് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വേറെ രീതിയിലായിരിക്കും എന്ന് പറയുമ്പോ മീനു പറയണ്ടേ, എന്റെ ആര്യ ആകാശിന്റെ വട്ടാണ്, ആകാശ് വെറുതെ ഒരു പറയാട്ടോ, അങ്ങനെയൊന്നുമില്ല, എന്റെ അച്ഛനും ഇവിടുത്തെ അച്ഛനൊക്കെ ഒരുപോലെ തന്നെയാ എന്ന് പറയുമ്പോ ആകാശ് വീണ്ടും പറയണ്ട, അല്ലല്ല അവിടെ മീനുന്റെ അച്ഛൻ വേറെ ഇവിടുത്തെ അച്ഛൻ വേറെ, 2 പേരുടെ സ്വഭാവം 2 ആണെന്നൊക്കെ പറയാണ്. എന്തെങ്കിലും ആവട്ടെ, വാ ആര്യ, നിനക്ക് കാർ ഓടിക്കാൻ അറിയാലോ, നീ ഒന്ന് കാർ എടുത്തേ. അതെന്തിനാ മടിക്കണത്, ഇത് നമ്മുടെ കാറാടാ എന്ന് ആകാശ് പറയാണ്. അങ്ങനെ ആര്യന്റെ കയ്യിലേക്ക് താക്കോൽ എടുക്കാണ്. അവർ 4 പേരും കൂടി കാറേ കയറട്ടെ ഇങ്ങനെ പോകുവാട്ടോ. അത് കണ്ട് ദേവിക്ക് ദേഷ്യം പറയാണ്, കാരണം ദേവിനൊന്നും വിളിച്ചു പോലും ഇല്ല അവര്. എന്തായാലും ദേവിയുടെ ഒരു മുഖ്യ ശത്രു ആയിരിക്കാട്ടോ ആ കാറ്. ദേവി ഇനി നോക്കാൻ പോണത് ആ കാർ ഒരു കറുത്ത കാറാണ്, അവലക്ഷണമാണ്, വീണ്ടും മുട്ടിത്തെറക്കണ അവലക്ഷണമാണ്. ഈ കാർ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, പിന്നെ ഇത് സ്ത്രീധനമാണെന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കും. ബാലച്ചനിടുന്ന നാണക്കേട്, നമുക്കൊരു കാറ് പോലും മേടിക്കാത്തരാന്ന് പറഞ്ഞ് കളിയാക്കും എന്നൊക്കെ പറഞ്ഞ ഒരേ പരച്ചിലായിക്കോട്ടെ ദേവിനെ. അത് മാത്രല്ല, ദേവി ആരുമില്ലാത്ത സമയത്ത് കാറിനിട്ട് എന്തൊക്കെ പണി കൊടുക്കാവോ ആ പണിയൊക്കെ കൊടുക്കും. അതായത് കാറിനിട്ട് ഇടിക്കുക, വടി കൊണ്ട് അടിക്കുക, അതായത് ഗ്ലാസ് പൊട്ടിക്കുക, അങ്ങനത്തെ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്താലും അപ്പുറത്തവരാ ചെയ്തെന്ന് പറയാലോ, കാരണം കൃഷ്ണമംഗലംകാരി ശത്രുക്കളാണല്ലോ. അപ്പൊ ദേവി ഇപ്പൊ കാറിനിട്ട് എന്ത് പണി കൊടുത്താലും അത് അലോകിന്റെയും ആനന്ദന്റെയും അച്യുതന്റെയും തലയിലിട്ട് വെക്കാനും സാധിക്കും. അപ്പൊ എന്തായാലും ദേവി ആ കാറിനിട്ട് പണിയാൻ പോണ. ദേവി പറയുന്നുണ്ട്, കാറേ ഇനി ഈ വീട്ടിലെ മുഖ്യ ശത്രു നീയാണ് എന്ന് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ദേവിയും കാറും തമ്മിലുള്ള ആ ഒരു മൽപ്പിടുത്തമാണ് ഈ ആഴ്ച ഫുള്ളും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.